ഇന്നിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഉച്ചയൂണ് ഉണ്ടാക്കുന്നത് മത്തൻ്റെ എരിശ്ശേരിയാണിന്ന്. എരിശ്ശേരിയാണ് ഇപ്പോൾ ഇന്ന് അതായത് നമ്മൾ വേറെ ഒഴിച്ചുകറി പോലെയല്ല, ഇപ്പം ഇന്ന് സാധാരണ ഒരു എരിശ്ശേരി. പിന്നെ നമുക്ക് പച്ചപ്പയർ തേങ്ങ ചതച്ചിട്ടിട്ട് തേങ്ങ ചതച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ഇന്ന് നമുക്കൊരു തോരനായിട്ടുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഉച്ചയൂണ് ഉണ്ടാക്കുന്നത്. പിന്നെ കോഴിമുട്ട പുഴുങ്ങിയതുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയായി. നമ്മൾ യൂസുഫ് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അന്ന് എരിശ്ശേരിക്കുള്ള ഒരു മത്തൻ്റെ കഷ്ണം, പിന്നെ പച്ചപ്പയർ അതുകൊണ്ട് തോരൻ വയ്ക്കാനുള്ളത്. ഇന്നിപ്പോൾ നല്ല മത്തൻ്റെ പഴുത്ത മത്തൻ തന്നെയാണ് എരിശ്ശേരി. അതാണ് ഇപ്പം ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ പച്ചപ്പയർ അത് മെഴുക്ക് വരട്ടിയല്ല, നമ്മളിന്ന് പിന്നെ തേങ്ങയും പച്ചമുളകും ഒക്കെ ചതച്ചിട്ടുള്ള തോരൻ. അങ്ങനെ തന്നെ നല്ല രസമാണ്, അങ്ങനെ ചെറുതാക്കിയൊക്കെ അരിഞ്ഞിട്ട്. അപ്പോൾ ആദ്യം ഏതായാലും എരിശ്ശേരി ഉണ്ടാക്കാം, അത് കഴിഞ്ഞിട്ട് വേണം ഇത്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ തേങ്ങ ആദ്യം തന്നെ ചിരകി അത് നമുക്ക് അരച്ച് വെക്കണം. എരിശ്ശേരിക്കുള്ളത് അത് ആദ്യം കഴിച്ച് വെക്കുകയാണ്. ചെറിയ ജീരകം ചേർത്തിട്ട്. അപ്പോൾ അതവിടെ അരച്ചു വെച്ചു. നമുക്ക് ഇനി മത്തൻ്റെ ഒരു കഷ്ണം, നല്ല മൂത്ത പഴുത്ത മത്തൻ തന്നെയാണ്. അപ്പോൾ അത് നോക്കി വാങ്ങിയതാണ്. വലിയൊരു മത്തൻ്റെ കഷ്ണം മുറിച്ച് വാങ്ങിയതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് നമുക്ക് എരിശ്ശേരിക്ക് എടുക്കുന്നത്. കഴുകലൊക്കെ കഴിഞ്ഞ് നമുക്കിന്ന് നുറുക്കാം. ഇന്നിപ്പോൾ ഏതായാലും നമുക്കിത് എരിശ്ശേരി, നമ്മൾ സാധാരണ വയ്ക്കുന്ന എരിശ്ശേരി, അതാണ് പ്രധാനമായിട്ടുള്ളൊരു കറി. നുറുക്കൽ കഴിഞ്ഞു. നമ്മൾ മൺചട്ടി അതിലാണ് വയ്ക്കുന്നത്. ഇതിലാണത് അങ്ങനെ പിന്നെ വെച്ചാലും നല്ല ഒരു ടേസ്റ്റാണിത് ഇങ്ങനത്തെ മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് അത് ചേർക്കാം. ലേശം വെള്ളം പാകത്തിന്. മത്തനാവുന്ന പിന്നെ അധികം വെള്ളം വേണ്ട. ഇനി അത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അതങ്ങനെയാണ് വേവട്ടെ. അത്യാവശ്യം വെന്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അരച്ചു വെച്ചത് അത് ചേർക്കാം. പിന്നെ കഴിക്കാനാകുമ്പോഴേക്കും നല്ല കട്ടയായിട്ട് കുറുകി വരും. കറിവേപ്പില ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് വറവ് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി. കടുക്, പിന്നെ നമുക്ക് വറ്റൽ മുളക്, ഇനി കുറച്ച് തേങ്ങ ചെറിയത് അതുകൂടി ചേർത്തിട്ടാണ് നമ്മൾ വറവിടുന്നത്. അപ്പോൾ നമുക്കിവിടെ എരിശ്ശേരി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് പയർ തോരൻ, നല്ല നാടൻ പയറാണ് അത്. ഏതായാലും പയറൊക്കെ അരിഞ്ഞ് ഉണ്ടാക്കാം. പച്ചപ്പയർ അധികമില്ല, കുറച്ചേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇത് മതി. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് ചെറുതാക്കി, പറ്റ ചെറുതാക്കിയിട്ട് തന്നെ ഇങ്ങോട്ട് നുറുക്കാം. ഒക്കെ അത് കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചു. ഇനി ചെറിയ ഉള്ളി നമുക്കൊന്നുകൊണ്ട് വഴറ്റിയിട്ടാണ്
ഉണ്ടാക്കുന്നത്. അതിന് ചെറിയ ഉള്ളി ഇതാ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി എന്നിട്ട് വഴറ്റാം നമുക്ക്. ഇനിയിപ്പോൾ ഇതാ വഴന്ന ശേഷം നമുക്ക് പയർ നുറുക്കി അടി ചേർക്കാം. ഇനിയിപ്പോൾ നല്ലപോലെ തന്നെ ഇളക്കി നമുക്ക് ഇത് വേവിച്ചിരിക്കുകയാണ് വേണ്ടത്. ലേശം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ അതവിടെ വേവട്ടെ. നമുക്ക് തേങ്ങ ചിരവിയത്, പച്ചമുളക്, കറിവേപ്പില ഇതിൽ നമുക്ക് ചതച്ചിടാണ്ട് നമ്മൾ ചതച്ചിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്, മെഴുക്ക് വരട്ടിയല്ല. ഇത് നമുക്കുണ്ട് ഇതാ ചതച്ചെടുക്കാം. എന്താ ഈ ഒരു പരുവത്തിൽ അത് നമ്മൾ ചതച്ചെടുത്തു. ഇപ്പോൾ ഇതാ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഒരു ലേശം വെള്ളത്തിലാണ് വേവിച്ചെടുത്തത്, കുറഞ്ഞ വെള്ളത്തിൽ. അപ്പോൾ അതൊക്കെ വെന്തു. ഇനി നമുക്ക് ചതച്ചാണ് ചേർക്കാം. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം കഴിക്കാനുള്ള അളവിൽ തന്നെ ഉണ്ടായിരുന്നു, കാരണം ഈ ചതച്ച കൂടി ചേർത്തപ്പോൾ. അപ്പോൾ അതിവിടെ റെഡിയായി. അപ്പോൾ അത് അമ്മ ഇവിടെ നമ്മളെ പൂച്ചക്കുട്ടീൻ്റെ കളി അത് കണ്ടിരിക്കുകയാണ്. പൂച്ചക്കുട്ടി ഇതാണ്. ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് വലുതായി. ആ പറ്റ ചെറിയ ആരിൽ നിന്നൊക്കെ മാറി കുറച്ച് അത്യാവശ്യമൊക്കെ വലുപ്പമായി ഇപ്പോൾ. ഇവിടെ അങ്ങനെ ഉണ്ടാവും രണ്ടാളും. അപ്പോൾ ഓല കളികളും കണ്ട് ഇരിക്കുകയാണ് അമ്മ. ഇനിയിപ്പോൾ നമുക്ക് ഊണഴിക്കാൻ സമയമായി. ഇനിയിപ്പോൾ നമുക്ക് എരിശ്ശേരി. ഇന്ന് പ്രധാനമായിട്ടുള്ള കറി എന്ന് പറഞ്ഞത് തന്നെയാണ്, അല്ലാതെ നമ്മൾ മീൻ കറിയോ അതുപോലുള്ള കറികളൊന്നുമില്ല. പിന്നെ നമുക്ക് പയറ് തോരൻ, പപ്പടം കാച്ചിയത്, കോഴിമുട്ട പുഴുങ്ങിയത്, പിന്നെ കൊണ്ടാട്ടമുളക് ഉണ്ട് അമ്മയ്ക്ക്. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് നല്ല രസമുള്ളൊരു വിഭവങ്ങൾ തന്നെയാണ് ഉച്ചയൂണിന് പറ്റിയ. ഇപ്പോൾ അമ്മ അങ്ങനെ കഴിക്കട്ടെ. ഇതിപ്പോൾ എനിക്ക് ഉള്ളതാണ്. ഇനിയിപ്പോൾ ഞാനും കഴിക്കായി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.